ഹായ് ഓൾ. റൂട്ടിൻ്റെ സാധാരണ ഫംഗ്ഷന് പുറമെ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ചില വേരുകൾ മോഡിഫൈ ചെയ്യപ്പെടുന്നു. അത്തരം മോഡിഫിക്കേഷനെ റൂട്ട് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നു. വേരുകൾ രണ്ട് തരത്തിലുണ്ട്: ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും. പ്രൈമറി റൂട്ടും അവയുടെ ബ്രാഞ്ചസും ചേർന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇത് കാണപ്പെടുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. എന്നാൽ മോണോക്കോട്ട് പ്ലാന്റ്സിൽ പ്രൈമറി റൂട്ടുകൾ പെട്ടെന്ന് നശിച്ചു പോവുകയും പകരം ധാരാളം വേരുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ കാണ്ഡത്തിന്റെ അടിഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വേരുകൾ ചേർന്നതാണ് ഫൈബ്രസ് റൂട്ട്. നെല്ല്, ഗോതമ്പ് തുടങ്ങിയ മോണോക്കോട്ട് പ്ലാന്റ്സിൽ കാണുന്നു. എങ്ങനെയാണ് റൂട്ട് സ്റ്റോറേജ് റൂട്ടായി മോഡിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. ചില പ്ലാന്റ്സിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിനായി ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നു. ഇത്തരം ടാപ്പ് റൂട്ടുകൾ ഫ്ലഷിയും സ്വെല്ലനായിട്ടുള്ളതും വിവിധ ഷേപ്പിലുള്ളതും ആയിരിക്കും. ഇവയെ റൂട്ട് ട്യൂബേഴ്സ് എന്ന് വിളിക്കുന്നു. ഇവയുടെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് കോണിക്കൽ, രണ്ടാമത്തത് ഫ്യൂസിഫോം, മൂന്നാമത്തത് നാപ്പിഫോം, നാലാമത്തത് ട്യൂബറസ്. എന്താണ് കോണിക്കൽ? റൂട്ട് മുകൾ ഭാഗം തടിച്ചതും താഴോട്ട് വരുന്തോറും തടി കുറഞ്ഞ് കൂർത്തതായും കാണുന്നു. എക്സാമ്പിളാണ് ക്യാരറ്റ്. നെക്സ്റ്റ് വണ്ണാണ് ഫ്യൂസിഫോം. മിഡിൽ പോർഷൻ തിക്കാവുകയും രണ്ട് എൻഡ് പോർഷനും തടി കുറഞ്ഞ് കൂർത്തിരിക്കുകയും ചെയ്യുന്നു. ഇതിന് എക്സാമ്പിളാണ് റാഡിഷ്. തേർഡ് വണ്ണാണ് നാപ്പിഫോം. റൂട്ടിൻ്റെ അപ്പർ പോർഷൻ ബ്രോഡറായും താഴെ ഭാഗം കൂർത്തിരിക്കുകയും ചെയ്യുന്നു. ബീറ്റ്റൂട്ട് ആണ് നാപ്പിഫോമിന് എക്സാമ്പിൾ. നാലാമത്തതാണ് ട്യൂബറസ്. ഒരു റെഗുലർ ഷേപ്പ് ഇല്ലാത്തവയാണിവ. റൂട്ട് തടിച്ചതും ഫ്ലഷിയും ആയിരിക്കും. 4 മണിപ്പൂവ് അഥവാ മിറാബിലസ് ജാലപ്പയാണ് എക്സാമ്പിൾ. നമ്മൾ ഇത്ര നേരവും പറഞ്ഞത് ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻസ് ആണ്. ഇനി അഡ്വൻറ്റീഷ്യസ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ എങ്ങനെയെന്ന് നോക്കാം. എന്താണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്? വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം റാഡിക്കൽ ആണല്ലോ. റാഡിക്കൽ വളർന്ന് വേരുകൾ ഉണ്ടാകുന്നു. ഈ റാഡിക്കലിൽ നിന്ന് അല്ലാതെ രൂപപ്പെടുന്ന വേരുകളാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. ഇത് മോണോക്കോട്ടിലും ഡൈക്കോട്ടിലും കാണുന്നു. അഡ്വൻറ്റീഷ്യസ് റൂട്ട് ഏതൊക്കെ രീതിയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ട്യൂബറസ് റൂട്ട്. സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പോലുള്ളവയിൽ അഡ്വൻറ്റീഷ്യസ് റൂട്ടിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. അത് സ്വെല്ലം ചെയ്തു വരുന്നു. സ്റ്റെമ്മിൻ്റെ ബേസിലെ നോഡിൽ നിന്നുമാണ് ഈ ട്യൂബറസ് റൂട്ട് മുളച്ചു വരുന്നത്. ഇതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവില്ല. അടുത്തതാണ് ഫാസിക്കുലേറ്റഡ് റൂട്ട്. ട്യൂബറസ് സ്റ്റോറേജ് റൂട്ടുകൾ ഒരു ക്ലസ്റ്ററായി സ്റ്റെമ്മിനടിയിൽ രൂപപ്പെടുന്നു. ആസ്പെരാഗസ്, ഡാലിയ, ടാപ്പിയോക്ക എന്നിവ ഫാസിക്കുലേറ്റഡ് റൂട്ടിന് എക്സാമ്പിൾസ് ആണ്. അടുത്തതാണ് മൊണീലിഫോം റൂട്ട് അഥവാ ബീഡഡ് റൂട്ട്. സ്റ്റോറേജ് റൂട്ട് അവിടെയും ഇവിടെയൊക്കെയായി സ്വെല്ലം ചെയ്ത് ബീഡ്സ് പോലെ കാണുന്നു. ബിറ്റർ ഗാർഡാണ് എക്സാമ്പിൾ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.